അങ്ങനെ ദിനേശേട്ടന്റെ കടയിൽ നിന്ന് പൊറോട്ടയും പുട്ടൊക്കെ അടിച്ച് മാറിയതിനു ശേഷം നമ്മൾ നേരെ പടത്തിനാണ് കേട്ടോ വന്നിട്ടുള്ളത്. രാവിലെ തന്നെ പടത്തിന് വന്ന സംഭവം വേറെ ഒന്നല്ല, നമ്മൾ എന്തായാലും രാവിലെ അവിടെ എത്തിയല്ലോ. അപ്പൊ പിന്നെ നമ്മളൊരു പടം കൂടി കാണാന്ന് വിചാരിച്ചു. ഗോകുലമ്മാൾക്ക് പോവാണ് കേട്ടോ. നമ്മൾ ആപ്പ് വഴിയാട്ടോ പടം എവിടെ ഉണ്ട് എന്നുള്ളത് നോക്കിയത്. പിന്നെ നമ്മൾ അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഗോകുലമ്മാളിൽ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ, ഞാൻ ഇതുവരെ പോയിട്ടില്ല, നമ്മൾ മൂന്നാളും ഇതുവരെ പോയിട്ടില്ല. പിന്നെ ഇങ്ങോട്ട് നോക്കുക ഗൈസ്, എന്റെ ഇടവും വലവും രണ്ട് മലക്കുകൾ. ഇത് എന്റെ ഉമ്മാന്റെ ഡയലോഗാണ് കേട്ടോ. ഞാൻ എത്താത്ത എന്റെ ഉമ്മന്റെ പുറകെ നടക്കുമ്പോൾ എന്റെ ഉമ്മ പറയുന്ന കാര്യമാണ്, രണ്ട് മലക്കുകളെ പോലെ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവുന്നത്. അങ്ങനെ നമുക്ക് ഇവിടെ വന്നപ്പോൾ ഒരു അമ്പിളി പറ്റി. വേറെ ഒന്നല്ല, നമ്മൾ ഓൺലൈനായിട്ടാണല്ലോ നോക്കിയത്, അതുകൊണ്ട് തന്നെ പടം ഇവിടെ ഓടുന്നില്ലായിരുന്നു. അവിടെ വെറും ഇംഗ്ലീഷ് പടങ്ങൾ മാത്രമായിരുന്നു, പിന്നെ സയ്യാരെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ പോയത് ബ്ലൂ ഡയമണ്ട് മാൾക്കാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാൻ കേട്ടോ. ഇങ്ങനെ ഒരു മാൾ ഇവിടെ ഉണ്ടെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. സംഭവം ഞാൻ കോഴിക്കോടൊക്കെയാണെങ്കിലും എനിക്ക് ഈ മാളൊന്നും അറിയില്ല കേസ്. എനിക്ക് ആകെ ഫോക്കസ് മാളും അതേപോലെ ഹൈലൈറ്റ് മാളും മാത്രമേ അറിയുള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു എന്നെ പോലെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ പടത്തിന് ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോഴാണ് വേറൊരു കാര്യം പറഞ്ഞത്. സംഭവം വേറെ ഒന്നല്ല, 6 ആൾക്കാരെങ്കിലും മിനിമം ഉണ്ടെങ്കിൽ ടിക്കറ്റ് അവിടെ നിന്ന് കിട്ടും എന്നുള്ളത്. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് ഒരു 7 ആൾക്കാരായപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടി. അങ്ങനെ നമ്മൾ അകത്ത് കയറി കിട്ടും. അകത്ത് കയറിയപ്പോൾ ഭയങ്കര ദാഹമായിരുന്നു. അങ്ങനെ ഞാനൊരു ഷേക്കും അതേപോലെ ഒരു ഐസ്ക്രീമും വാങ്ങി ഗൈസ്. മമ്മാലിക്കാന്റെ മോളാണെന്നുള്ളത് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ഞാൻ അംബാനിന്റെ മോളാന്നുള്ള രീതിയിൽ അവിടെ പോയിട്ട് ഒരു ഐസ്ക്രീമും ഒരു മിൽക്ക് ഷേക്കും ഒക്കെ പറഞ്ഞു. ഒന്നല്ല കേട്ടോ, 3 ഐസ്ക്രീം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉസ്മാൻ പറഞ്ഞു എന്തിനാ 3, 2 മതി. അങ്ങനെ നമ്മൾ 2 വാങ്ങി, അതിന്റെ കൂടെ ഒരു മിൽക്ക് ഷേക്കും വാങ്ങി കുടിച്ചു. അപ്പോഴാണെങ്കിൽ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ലായിരുന്നു. അവർ പറഞ്ഞു അവിടെ സ്കാനർ ഇല്ല, അതുകൊണ്ട് നമ്മൾ സീറ്റിൽ വന്നിട്ട് വാങ്ങിക്കും. അങ്ങനെ നമ്മൾ കാണാൻ ആഗ്രഹിച്ച പടമായിരുന്നു മാരീസൻ. അങ്ങനെ തുടങ്ങി. പിന്നെ ബില്ല് വാങ്ങാൻ വന്ന സമയത്ത് അവർ ചോദിച്ചു ബ്രേക്കിന്റെ സമയത്ത് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ സീറ്റിൽ കൊണ്ടുവരുന്നു. പിന്നെ ഇടവും വലവും നോക്കിയില്ല. വീണ്ടും ഞാൻ മമ്മാലിക്കാന്റെ മോളാന്നുള്ളത് മറന്നു. ഒരു മെഗാ പോപ്കോൺ അങ്ങോട്ട് ഓർഡർ ചെയ്തു. പിന്നെ ബില്ല് കിട്ടിയപ്പോഴാണ് കേട്ടോ ഞാൻ ചെറുതായിട്ട് ഞെട്ടിയത്. ഒരു ഐസ്ക്രീമിന് 136 രൂപയായിരുന്നു കേട്ടോ, അതും വാനില. ഒന്നും പറഞ്ഞ കാര്യമില്ല, ഞാൻ 50-40 രൂപ ആയിരിക്കും വിചാരിച്ചിട്ടാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം. പടം നന്നായിരുന്നു കേട്ടോ. പിന്നെ ഈ ബ്ലൂ ഡയമണ്ട് മാളിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലായിടത്തും മിററാണ് കേട്ടോ. അതുകൊണ്ട് മിറർ വീഡിയോ എടുത്ത് ഞാൻ ഇങ്ങോട്ട് മരിച്ചു. അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ. ബൈ, സീ യു.